ഹലോ അമ്മ. മോളെ, ആ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. എന്ത് പറ്റി? മുത്തശ്ശി ഐസിയുല. മോള് നല്ല ഉറക്കത്തിലായതുകൊണ്ടാ വിളിക്കാതിരുന്നത്. അല്ല അപ്പൊ എപ്പ വരും? ഇന്നെന്തായാലും എത്തില്ല. നീ വൈകുന്നേരം അങ്കിളിന്റെ അടുത്തേക്ക് പോയിക്കോളേ. ആ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ആ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണക്ക് ചീറ്റി പോരുത്. ഇപ്രാവശ്യം അങ്ങനൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. സ്ലീപ്പ് ഓവർ എൻ്റെ വീട്ടിൽ സീനൊന്നുമില്ല. നിന്റെ വീട്ടിൽ സമ്മതിക്കുമോ? എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കൊന്നും പുറത്ത് പോണ്ടെന്നാ പറയാ. അല്ല അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യ്. നമ്മൾ മാത്രല്ലേ ഉള്ളൂ, ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ. ഫോട്ടോസ് വയ്ക്കും. അതിനിപ്പോ എന്താ? നമ്മൾ ഒരാൾക്കാരെയും ഫോട്ടോ എടുത്ത് അനുവിനെ അയക്കുന്നു, അനുപത് പഴയ ഫോട്ടോ ഇട്ട് ലിങ്കിൽ തിരിച്ചയക്കണു. സിമ്പിൾ. ആ പൊട്ടന ബെസ്റ്റ് അനൂപ നടന്നാ പറയാ. അല്ലെങ്കിൽ എന്റെ സംശയം ഇവിടുത്തെ എന്ത് കണ്ടിട്ടാണ് അവനെ നോക്കുന്നെന്നാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറയുമോ? ഉണ്ട്. നല്ല വിവരമില്ലായ്മയുണ്ട്. നിങ്ങൾ എന്തിനാ അവന്റെ കാര്യമൊക്കെ നോക്കുന്നേ? എനിക്ക് അവൻ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. അത് വിട്, ഇന്നത്തെ ബാക്കി പരിപാടി പറ. അതൊക്കെ ഉണ്ട്. നിന്റെ വീട്ടിൽ വന്നല്ലേ, നിനക്കതിന് തിന്നാൻ തന്നൂടി? നോനോ, ഇനിയും നിങ്ങളെ വിടാ. എന്താ വേണമെന്ന് വെച്ചാ അടുക്കളയിൽ പോവാ, എടുക്കുക, കഴിക്കാം. പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞാ നീരു അതെവിടെ ഇതെവിടെ കിടന്ന് കൂവൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്കും അറിയൂ. ബെസ്റ്റ്. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സബാഷ്, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്ത് കഴിക്കൊന്നുമില്ലെങ്കിലും കുടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ മക്കളെ. സർപ്രൈസ് ഇത്രയും വേഗം പൊളിഞ്ഞാ? ബിയറാ നിങ്ങൾ കുടിക്കുന്നുണ്ടാ? എന്താ നീ കുടിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. നിങ്ങളൊക്കെ തന്നെയല്ലേ ഗ്രൂപ്പിൽ ആഗ്രഹം പറഞ്ഞ ബിയർ കുടിക്കണം എന്നൊക്കെ? അതല്ലേ പോയി വാങ്ങിയത്? ആര് വാങ്ങി? തന്നെ പോയി വാങ്ങിയ? പിന്നെ ഞാൻ തന്നെ പോയി വാങ്ങൊന്നുമില്ല. കാമുകന്മാരുണ്ടെങ്കിലേ ഇങ്ങനെയും കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും അനൂപ, ഇതിപ്പോ കോളേജ് ഫുള്ള് അറിയില്ലേ? അവൻ ആരോടും പറയില്ല. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാലും നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലായിരുന്നോ ഇത്? ഇനിയുണ്ട് സർപ്രൈസ്. ഇനിയും ഉണ്ടാ? പടച്ചോനെ, ഇപ്പൊ തന്നെ കയ്യും കാലും വരച്ചിട്ട് വയ്യ. അടിക്കുന്നതിന് മുമ്പാ? ഇനി എന്താ? അതൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ പരിപാടി തുടങ്ങാം. വാ, ടെറസിക്ക് വാ. ടെറസിൽ ആൾക്കാർ കാണൂലേ? പിന്നെ ആൾക്കാർ നമ്മൾ എന്താ ചെയ്യണം നോക്കിക്കല്ലോ. അവിടെ ആരും കാണാൻ സ്ഥലമൊക്കെ ഉണ്ട്. വാ. നനടിച്ച തങ്കമട്ട് 4 മാസം തൂങ്ങമട്ട്. ടച്ചിങ്സ് റെഡി. ഇതെങ്ങനെ തുറക്കുന്ന? ഇതൊന്നും അറിഞ്ഞോളെ. ഇങ്ങടാ. നീ മുഴു കൊടുത്തിയാണോടെ? 1-2 വട്ടം. എനിക്ക് അതിന്റെ കൂടെ ഇത് ബിയറാണ്. അതല്ലേ പറഞ്ഞ 60. പിടി. എന്ത് കയ്പാണിത്? അതിലെ ടച്ചിങ്സ്. ചിക്കൻ ഉണ്ട്, അച്ചാറിന് മിച്ചറുണ്ട്. ആ കൂട്ടിയും കടിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട കേട്ടാ, ഛർദ്ദിക്കാൻ വരുന്നു. കപ്പാസിറ്റി പോരാ. അവള് പോയി വാട വെച്ചിട്ട് വരട്ടെ, നമുക്ക് അടുത്ത ഒഴിക്കാം. എടുക്കടാ, വാ. അവളുടെ ബാക്കിയുണ്ട്. അല്ല, നിനക്ക് ഫയാസിന് ഇഷ്ടമല്ലേ? ഇഷ്ടൊക്കെയാണ്. പിന്നെന്തിനാ പാവത്തിനെ കിടത്തി ഇങ്ങനെ പിന്നാലെ നടത്തുന്നേ? ആകെ ഒരു കുറച്ച് നാളും കൂടെ ഉള്ളു എൻ്റെ കോളേജ് ലൈഫൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രണയമൊന്നും ഈ രീതിക്ക് എൻജോയ് ഒന്നും പറ്റില്ല കേട്ടോ. എന്നാലും എനിക്കെന്തോ ഒരു പേടി. പേടിയാ?
എന്തിനി മോളെ, നമ്മൾ പെൺപിള്ളേര് കുറച്ച് ധൈര്യം കാണിച്ചാലേ പ്രണയമായാലും കല്യാണമായാലും നടക്കത്തുള്ളൂ. അത് ശരിയാ. അവൻ നല്ലൊരു പയ്യനൊക്കെയാണ്. പിന്നെന്താ, ഇഷ്ടം പറഞ്ഞാ പിന്നെ എപ്പോഴും വിളിക്കേണ്ടി കറങ്ങേണ്ടിയൊക്കെ വരില്ലേ? അത് നിനക്ക് ഇഷ്ടമല്ലേ? അതെ. വീട്ടിലറിഞ്ഞ നിന്റെ കാര്യം വീട്ടിലറിയോ? ഞങ്ങളുടെ കാര്യം നോക്കണ്ട. എന്റെ വീട്ടുകാർക്ക് ചെറുപ്പം തൊട്ടേ അവനറിയാം. അവനെപ്പോഴെങ്കിലും വരികയും ചെയ്യാം. ആണോ? അവനെന്താ നിനക്ക് ഇത്ര ഇഷ്ടാവാൻ കാരണം? നിനക്ക് ഈ പണയത്തെ പറ്റിയല്ലേ വേറൊന്നും പറയില്ലേ? ഓ, അവളൊരു പ്രണയ വിരോധി. എന്നെ കുറച്ചൊഴിക്കാവോ? എന്താ ചിരിച്ചേ? അല്ല, പൊതുവെ ഈ വാള് വെച്ച ആൾക്കാർ തിരിച്ചൊന്നും കുടിക്കാറില്ല. ഞാനും വാള് വയ്ക്കാനൊന്നും പോയതല്ല, കാറ്റ് കൊള്ളാൻ പോയതാ. കാറ്റ് കൊള്ളാൻ ബാത്റൂമിക്ക്. എടാ ഉറങ്ങല്ലേ, ഒരു സർപ്രൈസും കൂടെ ഉണ്ടേ. ഇനിയും ഉണ്ടോ? ഇതൊന്നും താങ്കളെ ശക്തി എനിക്കില്ല. നീ എടുത്തോണ്ട് പാടി. കണ്ടോളൂ, കൺകുളിർക്കെ കണ്ടോളൂ. അയ്യേ, ഇത് നമ്മളെ ലിസ്റ്റിലൊന്നുമില്ല. ഇതൊക്കെ എന്താന്നൊക്കെ അറിയണ്ടേ അല്ലേടി? നീ ഇത് ഓഫ് ചെയ്യുന്നുണ്ടോ? എന്തുവാടി കാര്യം? ഓഫ് ചെയ്. അതിന് നമ്മൾ മാത്രമല്ലോ ഇവിടെ. ഓഫ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോവും. കാര്യം പറയടോ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്കിത് കാണണ്ട. ഓഫ് ചെയ്. ഓഫ് ചെയ്ത് പോരെ? എന്താ കാര്യം? അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. നീ കാര്യം പറഞ്ഞേ. ഒന്നുമില്ല. കാര്യം പറയടോ. ഒന്നുമില്ല. നീ എന്തനുഭവിച്ച്? എനിക്ക് ആലുചേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ അമ്മയച്ഛനും പറയും എനിക്ക് കുഞ്ഞുനാളിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെന്ന്. അത് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുമായിരുന്നു. അപ്പോൾ അമ്മ പറയും അവൻ നല്ല ഇറക്കനാ, ആൽവിൻ നല്ല ഇറക്കനാന്ന്. പക്ഷെ നല്ല ഇറക്കാൻ വീട്ടിൽ ആരുള്ള സമയത്ത് തന്നെ ബെഡിൽ കിടത്തി. അപ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു എന്താ ആൽപ്പിച്ചേട്ടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിനക്കെന്നെ ഇഷ്ടമല്ലേ, ഇഷ്ടമുള്ളവരൊക്കെ എങ്ങനെയാന്ന്. അപ്പം അറിയത്തില്ല, ചിന്തിക്കാൻ പോലുള്ള ബുദ്ധിയില്ല. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഊരി. പക്ഷെ എല്ലാം മറന്ന്. പക്ഷെ എനിക്ക് ആ വേദന ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നീ എന്നിട്ട് ആരോടും പറഞ്ഞില്ലേ? പേടിയായിരുന്നു. കാരണം ഞാനായിരുന്നു ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് ആൽവിച്ചേട്ടനെ കാണണം, എനിക്ക് ആൽവിച്ചേട്ടനോട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചെന്ന് പറയുമ്പോൾ നിനക്ക് ഏട്ടനായിരുന്നെങ്കിൽ എനിക്ക് മാമയായിരുന്നു. എനിക്ക് വലിയ കാര്യമായിരുന്നു മാമയെ. പലപ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ എൻ്റെ ബ്രസ്റ്റിൽ പുള്ളി പിടിക്കായിരുന്നു. ഞാൻ തട്ടിമാറ്റി ഓടുമായിരുന്നു. പിന്നെ വീട്ടിൽ വരുന്ന നേരത്തൊക്കെ അയാൾ ഓരോ അവസരം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ കഴിവത് ഒഴിവാക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ പിടിച്ച് ആരുമില്ലാത്ത സമയം നോക്കി എന്നെ കയറി പിടിച്ചു. പേടിച്ചിട്ടാന്ന് അറിഞ്ഞൂടാ. എനിക്ക് മിണ്ടാൻ പറ്റിയില്ല. പിന്നെ മൂപ്പരത് സ്ഥിരമാക്കി. ഒരു ദിവസം അയാളുടെ കൈകൾ അടിവയറ്റിലോട്ട് കൊണ്ടുപോയി. എങ്ങനെ എത്രയും ധൈര്യം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുഖത്തൊരു അടി കൊടുത്തിട്ട് ഞാൻ ഓടി. അന്ന് തൊട്ട് പുള്ളി എന്നോട് മിണ്ടാറില്ല. ഞാനെന്തോ തെറ്റ് ചെയ്തു കൂട്ടാ. ഉമ്മയോട് പറയുന്നുള്ള പേടിയായിരുന്നു. കോപ്പാണ്. ഞാൻ എൻ്റെ ചേട്ടനെ പോലെ കണ്ടവനാണ് എന്നെ.
അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മരിക്കാൻ വരെ തീരുമാനിച്ചതാ. എന്തുണ്ടായേ? ഞാൻ എൻ്റെ അച്ഛൻ തറവാട്ടിൽ താമസിച്ചിട്ടുണ്ടെന്ന സമയമായിരുന്നു. അവിടെ അടുത്ത് തന്നെയായിരുന്നു അനൂപിൻ്റെയും വീട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രേമോ ഇഷ്ടമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുന്ന ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അവൻ എപ്പോഴും വരുമായിരുന്നു കളിക്കാൻ. ഞങ്ങളുടെ അവിടെ ഒരു പ്രേതപ്പറമ്പുണ്ടായിരുന്നു, കാടൊക്കെ പിടിച്ച് കിടക്കണ. അതിന് നടക്കൊരു വലിയ വീടും ഉണ്ട്. അവിടെ ഞങ്ങളെപ്പോഴും കളിക്കാൻ പോവാറ്. അന്നതൊരു ഉത്സവത്തിൻ്റെ സമയമായിരുന്നു അവിടുത്തെ. എനിക്കന്ന് പീരിയഡ്സ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കാവ്യ. അവളുടെയും ഡേറ്റ് ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ അവൾ വീട്ടിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. തിരിച്ച് പ്രേതപ്പറമ്പിലൂടാണെങ്കിൽ വേഗം വീട്ടിലേക്ക് എത്താം. അപ്പം ഞാൻ ആ വഴി വന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു വലുപ്പമുള്ള ഒരാൾ എന്നെ വീടിൻ്റെ അകത്തേക്ക് പിടിച്ചോണ്ടും പോയി. ഞാൻ കുറെ കൊതറി മാറാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്നാളെന്നോട് തലക്കടിച്ചു. ജീവന് വേണ്ടി പെടുമ്പോഴും ആള് എന്നെ വിടുണ്ടായിരുന്നില്ല. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ദേഹം മൊത്തം വേദനയായിരുന്നു. അയാളിനെ എന്നെ കടിച്ച വേദന എന്നൊക്കെ ചിന്തിക്കുമ്പോ അപ്പൊ ആൾ കണ്ടപ്പോഴേക്കും മനസ്സിലാവുന്നേ. ICUലും അല്ലാതൊക്കെ ആയിട്ട് കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എനിക്ക് അത്യാവശ്യം ബോധം വെച്ച സമയം മുതൽ ആളെ കൊല്ലാന്നായിരുന്നു മനസ്സിൽ. പക്ഷെ പിന്നെ എപ്പോഴും എനിക്ക് മനസ്സിലായി, നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. അത്രയും സൈസായ ഒരാളെ നമ്മൾ എങ്ങനെ കീഴ്പ്പെടുത്താനാ? അവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ സിമ്പതിയോടെ നോക്കുമ്പോ അങ്ങനൊന്നും ഇല്ലാതെ ഒന്നും സംഭവിക്കാത്ത മട്ടില് അവൻ മാത്രം അടുത്ത് നിൽക്കുമായിരുന്നു. എനിക്ക് നോട്ട്സ് തരുമായിരുന്നു, സ്കൂളിലെ വിശേഷം പറയുമായിരുന്നു. ചിലപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവന് പൊട്ടത്തന്നായിരിക്കും കേട്ടാ. പക്ഷെ ആ സമയത്ത് എനിക്കൊരു ആശ്വാസമായിരുന്നു. കുറേ കഥകൾ പറയും, സ്കൂളിൽ നടന്നതും വീട്ടിലുണ്ടാവണതും. അവൻ സ്കൂളിൽ പോയിട്ട് നോട്ട്സൊക്കെ എനിക്ക് വേണ്ടി എഴുതി തരുമായിരുന്നു, പറഞ്ഞും തരുമായിരുന്നു, കുറേ പഠിപ്പിച്ചും തരും. അങ്ങനെ ആരുമില്ലാത്ത ദിവസം അവൻ എൻ്റെ അടുത്തത് ചാരിയിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിമിഷത്തിലുണ്ടല്ലോ അവൻ തന്ന പ്രതീക്ഷ നിങ്ങൾക്കാർക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. ഒന്നും പറയാതെ ഞാൻ എൻ്റെ തോളത്ത് കുറച്ച് നേരം തലവെച്ച് കിടന്നു. ആ സമയം അവൻ എന്തെങ്കിലും ഒരു ഉമ്മ വെച്ചു. ആ സമയത്ത് ആരും തരാത്ത, എനിക്ക് അനുഭവിക്കാത്തൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ട്. എനിക്കത് അന്ന് കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന്. ചിലപ്പോൾ അതുവരെ എനിക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നുള്ള തോന്നല് ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഇല്ലാണ്ടായി. എല്ലാം മാറി. അവൻ എനിക്ക് വേണ്ടി സ്കൂള് മാറി, വീട് മാറി, അതും എനിക്ക് വേണ്ടി. ഞാൻ തിരിച്ച് സ്കൂളിൽ പോണവരെ അവൻ എന്നും വരുമായിരുന്നു എന്നെ കാണാൻ. നീ ചോദിച്ചില്ലേ എന്താ അവൻ എത്ര ഇഷ്ടമെന്ന്? അവന്റെ പ്രസൻസിന് എൻ്റെ ജീവനേക്കാൾ വിലയുണ്ട്. കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ.
കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. അനൂപേ, ആ പറഞ്ഞുതരൂ. നാളെ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? നാളെ ആ ഞാൻ എത്തിക്കോളാം, കുഴപ്പമില്ല, ഞാൻ വരാം. ആ